ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് റേഷൻ അരി കൊണ്ടുള്ള നമ്മളെ ഇറച്ചിച്ചോറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളെ റേഷൻ അരി കൊണ്ടുള്ള ഇറച്ചിച്ചോറ് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അടിപൊളി ടേസ്റ്റ്, എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇപ്പം മീനില്ലാത്തത് കൊണ്ട് ഇപ്പം കുട്ടികളൊന്നും ചോറ് നിന്നില്ല. അതുകൊണ്ട് കുറച്ച് ചിക്കൻ ഉണ്ടെങ്കിൽ, നമുക്ക് റേഷൻ അരി ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ടേസ്റ്റുള്ള നമ്മളെ ഇറച്ചിച്ചോറ് റെഡിയാക്കാം. ഇപ്പം മീനില്ല, അതില്ല, ഇതില്ല. അതുകൊണ്ട് മഴക്കാലത്ത് അടിപൊളി ടേസ്റ്റ്. കുട്ടികൾ പിന്നും വേണം എന്ന് പറയും. അങ്ങനെ റേഷൻ അരി കൊണ്ടുള്ള ചോറ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അടിപൊളി ടേസ്റ്റുള്ള ചോറായത്. അതിന് വേണ്ടുന്ന നമ്മളെ പുയിങ്ങലരി, ഒന്നെങ്കിൽ റേഷൻ അരി അല്ലെങ്കിൽ നമ്മൾ ഉച്ചക്ക് ചോറ് വെക്കുന്ന പുയിങ്ങലരിയില്ല. അതിന് വേണ്ടുന്ന കുറച്ച് ചിക്കൻ, 1/2 കിലോളം ചിക്കന്. നമുക്ക് ചിക്കൻ എത്ര വേണമെങ്കിലും എടുക്കാം. 1/4 കിലോ എടുക്കാം, 1/2 കിലോ എടുക്കാം, 1 കിലോ എടുക്കാം. അതിന് വേണ്ടാന് ചിക്കൻ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ചെറുങ്ങനെ മുറിച്ചിട്ടതാ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ ഇറച്ചി മസാലപ്പൊടിയും പിന്നെ 2 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ നമ്മളെ കുറച്ച് കുരുമുളക് പൊടി ഇടണം, പിന്നെ ഗരം മസാലപ്പൊടി ഇടണം. ഗരം മസാലപ്പൊടി, പിന്നെ നമ്മളെ കുരുമുളക്, പിന്നെ പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നല്ലോണം കുറച്ച് വെളിച്ചെണ്ണയിൽ കുഴച്ചിട്ട് നമുക്ക് 1/2 മണിക്കൂർ വെക്കാം. അങ്ങനെ നമ്മളെ പുയിങ്ങലേരിയാണ് ഇത് കാണിച്ചിരുന്നത്. അങ്ങനെ 3 ഉള്ളി, 3 തക്കാളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ്, അങ്ങനെ കറിവേപ്പില, മല്ലിച്ചപ്പ്. അങ്ങനെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നല്ലോണം കാച്ചിട്ട് വെച്ചാണ്. 5 മിനിറ്റ് 10 മിനിറ്റ് വരെ വെക്കാം. നമുക്ക് ഉള്ളിയും തക്കാളി പച്ചമുളകെല്ലാം വാട്ടുന്നവരെ നമുക്ക് ഇത് അടിപൊളി ടേസ്റ്റാ. കുട്ടികളെല്ലാം പിന്നും വേണം അറിയും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വെച്ചിട്ട് നോക്കുക. ഞാനൊരു കുക്കർ വെച്ച് അതിൽ കുറച്ച് RKG കുറച്ച് നമ്മളെ സൺഫ്ലവർ ഓയിൽ, ഏതെങ്കിലും വെളിച്ചെണ്ണ ഏത് നെയ്യാലും സാരമില്ല. ഞാൻ കുറച്ച് RKG എടുത്ത് കുറച്ച് നമ്മളെ സൺഫ്ലവർ ഓയിലും ഒഴിച്ച് അങ്ങനെ നമ്മളെ ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം വാട്ടിയിട്ടെടുക്കാം. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യും. അടിപൊളി ടേസ്റ്റ്, വേഗം ഉണ്ടാക്കുകയും ചെയ്യും. ഇതിൻ്റെ കൂടെ നമുക്ക് ചട്നിയാ, തൈരാ, പിന്നെ പപ്പടം പൊരിച്ച എല്ലാം കൂട്ടിയിട്ട് നമുക്ക് ഒന്നും ഇല്ലാണ്ട് തന്നെ അടിപൊളി ടേസ്റ്റായിട്ട് തിന്നാം. അങ്ങനെ ഉള്ളി വാടിക്കഴിഞ്ഞാൽ നമുക്ക് തക്കാളിയും, ഇത് കുക്കറിലിട്ടിട്ട് ഇറച്ചി വേവിക്കുന്നുണ്ട്. ഉള്ളിയും തക്കാളി എല്ലാം അത്രയേ വാടണ്ടുള്ളൂ. നമ്മൾ ഇറച്ചി വേവിക്കാൻ വെക്കുന്നതാ. അങ്ങനെ ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം വാടി കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ നല്ലോണം വേഗം വാടിക്കിട്ടും. അങ്ങനെ നമ്മളെ ഇറച്ചി നല്ലോണം മസാല എല്ലാം പെരക്കി വെച്ച് ഇറച്ചി മസാലപ്പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും മഞ്ഞളും മുളകും എല്ലാം ഉള്ള. അങ്ങനെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒരു 4 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ഇനി ഞാൻ അടുപ്പത്താണ് വെക്കുന്നത്, നമ്മളെ ചെമ്പിൽ. ഈ മസാല ഈ ഇറച്ചി വെന്തെല്ലാം ചെയ്തതിന് ശേഷം ഞാൻ ഈ ചെമ്പിൽ ഒഴിക്കുന്നതാണ്. നമുക്ക് ഗ്യാസും മേലും വെക്കാം, അടുപ്പത്തും വെക്കാം. ഞാനിപ്പോൾ അടുപ്പത്താണ് വെക്കുന്നത്. അങ്ങനെ നമ്മളെ നല്ല ചിക്കന് നല്ല വെന്ത് ഇതാക്കിണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളത്തിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര അരിയാണ് എടുക്കുന്നത് അതിൻ്റെ അരിൻ്റെ കുറച്ച് പുയിങ്ങലരിക്കെന്ന് പറഞ്ഞാൽ ഏത് വേവുണ്ടെങ്കിൽ അതിൻ്റെ അരിൻ്റെ കുറച്ച് ഇതാകും. അങ്ങനെ നമ്മൾ പുയിങ്ങലരിയെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ച് എന്നിട്ട് ഈ അരിയിലിട്ട് എന്താ പിന്നെ അരി അടിയിലും മേലേലും വെള്ളം. അങ്ങനെ നമുക്ക് നല്ലോണം മൂടിയിട്ട് വെക്കാം. ഉപ്പെല്ലാം ഞാൻ നേരത്തെ ഉള്ളി വാട്ടുമ്പോൾ എല്ലാം ഇട്ടിക്ക്
അതുകൊണ്ട് ഉപ്പെല്ലാം നമ്മളെ പാകത്തിനുണ്ടാവും. ഈ പാകത്തിനുള്ള ഉപ്പിട്ടേക്ക് നമ്മളെ കറിവേപ്പിലെല്ലാം ഇട്ട് നമ്മൾ കുറച്ച് നേരം മൂടി വെച്ച് അങ്ങനെ അടിപൊളി ടേസ്റ്റുള്ള നമ്മളെ ഇറച്ചിച്ചോറ് റെഡിയായി വന്നു. എല്ലാവരും വീട്ടിലുണ്ടാക്കിയിട്ട് നോക്കുക. ഒരു അരമണിക്കൂറോളം വേവിച്ചിട്ട് വേവുണ്ടാവും. അങ്ങനെ അടിപൊളി ടേസ്റ്റുള്ള നമ്മളെ ഇറച്ചിച്ചോറ് റെഡിയായി. എല്ലാവരും വെക്കുക. നമ്മൾ അരിയിട്ടിട്ട് ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞാൽ ഒന്നും കൂടി ഇളക്കണം. പിന്നെ മൂടിയിട്ട് വെക്കുക. എന്നിട്ട് രണ്ടാമത് അപ്പുറത്തേക്ക് വെള്ളമെല്ലാം പറ്റിക്കഴിഞ്ഞാൽ നല്ലോണം ഇളക്കി ഇതാക്കിയിട്ട് വെക്കുക. അങ്ങനെ അടിപൊളി ടേസ്റ്റുള്ള ഇറച്ചിച്ചോറ് എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കിയിട്ട് നോക്കുക. അടിപൊളി ടേസ്റ്റാണ് ഇതിന്. വീഡിയോ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സുമാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നമ്മളെ വീഡിയോ എല്ലാവരും കാണാൻ ലൈക്ക്